ഹലോ, അഞ്ജൂസ് ആൻഡ് മീലിലേക്ക് സ്വാഗതം. ഒരു കുട്ടി ഓർഡർ ചെയ്യാം കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് ഫുള്ളും വൈറ്റ് തീമിലാണ്, വൈറ്റ് കളറാട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെറ്റൽ ഹെയർ ബാൻഡിൻ്റെ ഒരു ഹെയർ ബാൻഡ്, ഒരു കൈ ചെയിൻ, ഒരു കമ്മൽ, ഒരു കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാൻ മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് ഞാൻ എൻ്റെ ടേപ്പ്, ഇതാണ് എൻ്റെ ടേപ്പാണ് കാണിച്ചത്. എൻ്റെ ടേപ്പ് ഒരു സൈഡിൽ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഒരറ്റത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മെറ്റൽ ഹെയർ ബാൻഡിലേക്ക് നമ്മുടെ ഈ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ ബീഡെല്ലാം കോർത്തെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഹെയർ ബാൻഡിലേക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യണം. അതായത് ആ മുത്തെല്ലാം ഒന്ന് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എൻഡ് ടേപ്പിന് പകരം യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അത്. എൻഡ് ബീഡെന്ന് പറയേ, പല കളറിൽ കിട്ടുന്ന എൻഡ് ബീഡാണിത്. പിന്നെ ഇപ്പം നമ്മൾ ഈ മുത്തെല്ലാം അതിനകത്തേക്ക് കോർത്ത് കൊടുക്കുകയാണ്. ആ പശ തേച്ചിരിക്കുന്നതുകൊണ്ട് മുത്തെല്ലാം അവിടെ ഫിക്സ്ഡായിട്ട് ഇരുന്നോളും കേട്ടോ. ഇനി പയ്യെ നമുക്ക് ഈ മുത്തുകളെല്ലാം ഓരോന്നായിട്ട് മെറ്റൽ ഹെയർ ബാൻഡിലേക്ക് കോർത്തെടുക്കാം. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കോർത്തെടുക്കാം. ഈ മുത്ത് നല്ല ക്വാളിറ്റി ഉള്ള മുത്താണ് കേട്ടോ, കാരണം നല്ല വെയിറ്റ് ഉണ്ട് ഈ മുത്ത്. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള മുത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. അത് നനഞ്ഞാലും ഒന്നും, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഈ കളറിങ്ങനെ പൊളിഞ്ഞു പോകും, അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അത് നല്ല പേളാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പേളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. പിന്നെ ഇതൊരു കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു കുട്ടി ഓർഡറാണ് കേട്ടോ, പെട്ടെന്ന് ചെയ്യുന്നതാണ്. നമ്മൾ ബീഡെല്ലാം കോർത്തിട്ട് ഇതേപോലെ ലാസ്റ്റ് നമ്മൾ എൻഡ് ടേപ്പ് നല്ല വൃത്തിക്ക് ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇത് ഒരിക്കലും പോലിൻ്റെ ടേപ്പ് നല്ല സ്ട്രോങ് ആട്ടോ. ഇനി നമ്മൾ പെട്ടെന്നൊരു കൈ ചെയിനും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുവാവി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇലാസ്റ്റിക്കിലാണ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൈ ചെയിനുകളുടെ, കാണാത്തവരത് കണ്ടു നോക്കിയാൽ ഇതൊക്കെ ചെയ്യുന്നത് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ വൈറ്റ് പേൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചാം എടുത്തിട്ടുണ്ട്, ഒരു ബട്ടർഫ്ലൈയുടെ ചാമാണ് എടുത്തിരിക്കുന്നത്. സിമ്പിൾ കൈ ചെയിനായി പോകുമല്ലോ, അതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ചാം എടുത്തത്. കൈ ചെയിൻ ഞാൻ മിക്സ്ഡായിട്ടാണ് ചെയ്യുന്നത്. ഈ പേളിൻ്റെ ബീഡും എടുത്തിട്ടുണ്ട്, പിന്നെ ക്രിസ്റ്റൽ ബീഡും, 2 ബീഡും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ കുഞ്ഞു മോളായതുകൊണ്ട് അല്പം ബീഡ് മതി കേട്ടോ. വലിയ ആൾക്കല്ല ചെയ്യുന്നത്, കുഞ്ഞു കൈ ആയതുകൊണ്ട് ശകലം ബീഡ് മതി. ഇതേപോലെ കോർത്ത് സിമ്പിളായിട്ട് കോർത്ത് ഞാൻ പെട്ടെന്നൊരു കൈ ചെയിൻ ചെയ്യുന്നുണ്ട്, കൈ ചെയിൻ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്റ്റൽ ബീഡും നമ്മുടെ ഈ വൈറ്റ് പേളിൻ്റെ ബീഡും കൂടെ മിക്സ് ചെയ്താണ് കോർക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇത്രയും മതി. ഇനി അതങ്ങ് കൂട്ടിക്കെട്ടാണ് സാധാരണ നമ്മുടെ മുന്നത്തെ വീഡിയോയിലുണ്ട് കൈ ചെയിൻ കെട്ടുന്നതൊക്കെ. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നല്ല ടൈറ്റ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കൂട്ടിക്കെട്ടുക. ബാലൻസ് ഉണ്ട് കട്ട് ചെയ്ത് കളയുക, ഒന്ന് ഉരുക്കി വെക്കുക. ബാലൻസ് ഉള്ളത് ഉരുക്കി വെച്ചിട്ട് അത് ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ, കൈ ചെയിൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ, ഇതൊക്കെ ആർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന വർക്കുകളാണ്. അതുകൊണ്ട് ഇതൊക്കെ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ഇതൊക്കെ ഈസിയാണ്. നമുക്ക് ആദ്യമേ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി ഒന്ന് ഉരുക്കി വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബീഡിൻ്റെ അകത്തേക്ക് അത് കെട്ടങ്ങോട്ട് വലിച്ചാൽ ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പം നല്ല വൃത്തിക്ക് അതവിടെ ഇരുന്നോളും. പിന്നെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ആ ചാം അതിനകത്ത് കോർത്ത് ഇടുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. ഈ ചാമും കൂടി ഇടുമ്പോൾ ഒരു വെറൈറ്റിയാണ്, ഒരു ഭംഗി ഉണ്ടാകും. ചാമും കൂടെ ആ കൈ ചെയിനിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും. ഫുള്ള് വൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വൈറ്റിൽ കളറ് പറഞ്ഞ് ഓർഡർ വരുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അതാകുമ്പം അവരവരുടെ ഡ്രസ്സിന് പറ്റുമല്ലോ. അപ്പോൾ ഇത് ഫുള്ളും വൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വൈറ്റിൽ ചെയ്യുന്നത്. കുഞ്ഞ് ഓർഡർ. പിന്നെ ഇനി നമുക്കുള്ളത് ഒരു കമ്മലാണ് കേട്ടോ. ഇപ്പോൾ കഴിച്ചാൽ റെഡിയായി. ഇനി ഒരു കുട്ടി കമ്മൽ, ഒരു കുഞ്ഞ് കമ്മൽ. അതിന് ഹാഫ് ബീഡാണ് എടുത്തിരിക്കുന്നത്, ഹാഫ് ബീഡും പിന്നെ നമ്മുടെ ഇയറിങ്സിൻ്റെ ബേസ് ഉണ്ട്. ബേസിനകത്തേക്ക് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഹാഫ് ബീഡ് ഒട്ടിച്ച് വെക്കുക. ഈ ഗ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല ഉറച്ചിരിക്കുന്ന ഗ്ലൂ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബീഡ് ഒട്ടിച്ച് വെച്ചാൽ കമ്മൽ റെഡിയായി. പിന്നെ കമ്മലിൻ്റെ ബാക്ക് ഹുക്ക് ഇട്ടാൽ കമ്മൽ റെഡിയായി. അപ്പം നമ്മുടെ ഓർഡർ കണ്ടില്ലേ, എത്ര മിനിറ്റ് എടുത്ത്, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതാ ഒരു കുഞ്ഞ് ഓർഡർ റെഡി ആയിട്ടുണ്ട്. പിന്നെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. തുടക്കക്കാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.